അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട തീരുവഭൂതത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യ മാർഗങ്ങൾ ആരായുമ്പോഴാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി എങ്ങുമെത്താതിരുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നത്. ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ രണ്ടാമതുള്ള യൂറോപ്യൻ യൂണിയനും നാലാമതുള്ള ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. യുഎസുമായി വ്യാപാരമുണ്ടായിരുന്ന മേഖലകളിലെല്ലാം ഇനി മുതൽ യുഎസ് ചുമത്തിയ അത്രയും തീരുവ നൽകാതെ തന്നെ ഇന്ത്യക്ക് കയറ്റുമതി നടത്താനും വ്യാപാരം നടത്താനും സാധിക്കും. 2ഉം 4ഉം ഇരട്ടി തീരുവ ചുമത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ രൂക്ഷമായി ബാധിക്കുന്നതിനിടയിലാണ് ഇയുമായുള്ള വ്യാപാര കരാർ ഇന്ത്യ പൊടിതട്ടിയെടുക്കുന്നതും അതിന്മേലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതും. ഒടുവിൽ ഒരു റിപ്പബ്ലിക് ദിന പിറ്റേന്ന് കരാർ യാഥാർത്ഥ്യമാകുന്നു. ഒരർത്ഥത്തിൽ തീരുവ ചുമത്തി ഇന്ത്യയെ ഞെരിക്കുന്ന അമേരിക്കയ്ക്കും ട്രംപിനുമുള്ള പരോക്ഷ മറുപടിയായി ഇയു കരാറിനെ കാണാം. വ്യാപാര മേഖലയിൽ യുഎസിനോടുള്ള ആശ്രയത്വം കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാർ ഏതെല്ലാം മേഖലയിൽ സഹകരണമുണ്ടാകും, ഇതുകൊണ്ടുള്ള മെച്ചം എന്നീ കാര്യങ്ങൾ കൂടി വിശദമായി പറഞ്ഞു പോകണം. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ അടക്കം 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ എന്ന ഇയുവുമായി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി പല കാരണങ്ങളാൽ ചർച്ച വഴിമുട്ടി. ഒടുവിൽ ഇപ്പോഴാണ് കരാർ യാഥാർത്ഥ്യമാകുന്നത്. ഇതോടെ ടെക്സ്റ്റൈൽസ്, തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ജ്വല്ലറി അടക്കമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് ഇയു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. തിരിച്ച് ഇയുവിൽ നിന്ന് മദ്യം, പ്രീമിയർ കാറ്, ഒലിവ് ഓയിൽ അടക്കമുള്ള സസ്യ എണ്ണകൾ, മരുന്നുകൾ, ചില പഴങ്ങൾ, പച്ചക്കറികൾ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവ ഇന്ത്യയിലേക്കും എത്തും. കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 90% ഉൽപ്പന്നങ്ങളും തീരുവ രഹിതമാകും. 10 വർഷത്തിനകം 99% ഉൽപ്പന്നങ്ങൾക്കും തീരുവ വേണ്ട എന്ന സാഹചര്യവും ഉണ്ടാകും. ഇത് ഇന്ത്യൻ വ്യാപാരത്തിന്റെ നേട്ടം ഇരട്ടിയാക്കും. കരാർ പ്രാബല്യത്തിലാകുന്ന ദിനം തന്നെ ടെക്സ്റ്റൈൽസ്, തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ജ്വല്ലറി അടക്കം ഇന്ത്യൻ കയറ്റുമതിയുടെ 90.7% തീരുവ രഹിതമാകുമെന്നതാണ് പ്രത്യേകത. ചില സമുദ്രോൽപ്പന്നങ്ങൾ, പ്രോസസ്ഡ് ഫുഡ് തുടങ്ങിയ 2.9% ഉൽപ്പന്നങ്ങളുടെ തീരുവ 3 മുതൽ 5 വർഷത്തിനകം ഒഴിവാകും. ചില പോൾട്രി ഉൽപ്പന്നങ്ങൾ, പ്രിസർവ്ഡ് പച്ചക്കറികൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, കാറുകൾ, സ്റ്റീൽ അടക്കമുള്ള 6% ഉൽപ്പന്നങ്ങൾക്ക് ക്വാട്ടടിസ്ഥാനത്തിൽ തീരുവയിൽ ഇളവും ലഭിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇയു രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ 99.5%-നും അവയുടെ മൂല്യം പരിഗണിച്ച് തീരുവ കുറയുകയോ ഒഴിവാകുകയോ ചെയ്യും. ഇതിൽ തന്നെ 93%-നും ഘട്ടം ഘട്ടമായി തീരുവ പൂർണ്ണമായും ഒഴിവാകുമെന്നതാണ് കരാറിന്റെ പ്രത്യേകത. അതേസമയം ചില പ്രത്യേക താൽപര്യങ്ങളുടെ പേരിൽ ചില മേഖലകളിൽ ഇപ്പോഴും തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അത് പ്രധാനമായും ക്ഷീരമേഖല, ധാന്യങ്ങൾ, പോൾട്രി, ചിലയിനം പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലാണ്. ഇന്ത്യൻ കർഷകരുടെ താൽപര്യം പരിഗണിച്ചാണ് ഈ നടപടി. സമാനമായ രീതിയിൽ ബീഫ്, പഞ്ചസാര, അരി, കോഴിയിറച്ചി, പാൽപ്പൊടി, തേൻ, വാഴപ്പഴം, എഥനോൾ തുടങ്ങിയവയുടെ തീരുവ കുറയ്ക്കാൻ ഇയുവും തയ്യാറായിട്ടില്ല. ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തിയ യുഎസിനുള്ള ശക്തമായ തിരിച്ചടിയായി തന്നെ ഇയു വ്യാപാര കരാറിനെ നോക്കിക്കാണാൻ സാധിക്കും. കാരണം യുഎസിലേക്ക് കയറ്റി അയച്ചിരുന്ന യുഎസ് തീരുവ ചുമത്തിയതോടെ നഷ്ടത്തിലായ മേഖലകളിലെല്ലാം മികച്ച സഹകരണമാണ് ഇയുവുമായുള്ള വ്യാപാര കരാർ വഴി സാധ്യമാകുന്നത്. സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ജ്വല്ലറി എന്നിവയൊക്കെയായിരുന്നു ഇന്ത്യ യുഎസിലേക്ക് കയറ്റി അയച്ചിരുന്നത്. ഇവയ്ക്കാണ് യുഎസ് 50% തീരുവ ചുമത്തിയത്. ഇതോടെ ഈ കയറ്റുമതികളെല്ലാം കുറഞ്ഞു. ഈ മേഖലകളിലെല്ലാം കയറ്റുമതി വ്യാപാരം അതിഭീകരമായ നഷ്ടത്തെ നേരിട്ടു. ഇതിനെ മറികടക്കുന്നതിനാണ് ഇന്ത്യ മുടങ്ങിക്കിടന്ന ഇയു വ്യാപാര കരാർ ചർച്ച പുനരാരംഭിച്ചത്. ഇത് ഫലം കാണുകയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ കൂടി പരിശോധിക്കാം. 1. സമുദ്രോൽപ്പന്ന കയറ്റുമതി. നിലവിൽ ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് 4 മുതൽ 26% വരെ തീരുവയാണ് യൂറോപ്യൻ യൂണിയൻ ചുമത്തുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതാകും. അതിൽ തന്നെ കണവ അഥവാ കൂന്തൾ, ചെമ്മീൻ എന്നിവയ്ക്കാണ് യുഎസിലും യൂറോപ്പിലും വലിയ ഉപഭോക്താക്കൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരം നേരിട്ട് മികച്ച വിലയ്ക്ക് ചെമ്മീനും കണവയുമൊക്കെ യൂറോപ്പിലേക്ക് അയക്കാൻ കഴിയും. ഇത് ഈ രംഗത്തെ ഉൽപാദനം വർദ്ധിക്കാനും ഇടയാക്കും. റെഡി ടു ഈറ്റ് വിഭവങ്ങൾക്ക് യൂറോപ്പിൽ വലിയ വിപണിയുണ്ട് എന്നതാണ് പ്രത്യേകത. വസ്ത്ര വിപണിയാണ് ഇനിയൊന്ന്. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് യുഎസിൽ മികച്ച ഡിമാൻഡും വിപണിയുമാണ് ഉണ്ടായിരുന്നത്.
തീരുവ കൂടിയതോടെ ഇതിന്റെ കയറ്റുമതിയും കുറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ കുറഞ്ഞ വിലയിൽ ഉന്നത നിലവാരമുള്ള വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്ത് യൂറോപ്യൻ വിപണി പിടിക്കാനാകും. അങ്ങനെ യുഎസിൽ നിന്നുള്ള ഭീഷണിയെ മറികടക്കുകയുമാകാം. തേയില, കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ കാർഷിക സുഗന്ധവ്യഞ്ജന വിളകൾക്ക് താരിഫ് പൂർണ്ണമായും ഒഴിവാകുന്നതോടെ ഇവയുടെ കയറ്റുമതി കൂടും. ഇത് കേരളത്തിനും നേട്ടമാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ള വയനാടൻ റോബസ്റ്റ കാപ്പി പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കരാർ സംരക്ഷണം നൽകുന്നുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വ്യാജന്മാരെ തുരത്താനും കരാർ സഹായകരമാകും. കേരളത്തിന്റെ തനതായ കാർഷികോൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കാനും അത് ഉപകരിക്കും. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, തുകൽ, പ്ലാസ്റ്റിക്, റബ്ബർ, ജ്വല്ലറി തുടങ്ങിയവയ്ക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ 26% വരെയാണ് നിലവിൽ തീരുവ. ഇത് 0 ഈ മേഖലകളിലെല്ലാം കയറ്റുമതി ഇനിയും കൂടും. മാത്രമല്ല, കരാർ ഇല്ലാതിരുന്നതിനാൽ ബംഗ്ലാദേശ്, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് രാജ്യങ്ങളിൽ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ബാധകമായിരുന്ന 10% അധിക തീരുവയും ഒഴിവാകും. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വൈൻ, മദ്യം, ബിയർ, പ്രീമിയം കാറുകൾ തുടങ്ങിയവയ്ക്കുള്ള തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ ഇന്ത്യയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഇവയുടെയെല്ലാം ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും വില കുറയാൻ കാരണമാകുകയും ചെയ്യും. പ്രധാനമായും നിലവിൽ 110 മുതൽ 150% വരെയുള്ള വൈൻ, മദ്യം, ബിയർ തുടങ്ങിയവയുടെ ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി 20 മുതൽ 50% വരെയായി കുറയും. 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള പ്രീമിയം കാറുകൾക്ക് നിലവിൽ 110% തീരുവയുള്ളത് 10% കുറയും. ഒരു വർഷം പരമാവധി 2.5 ലക്ഷം വാഹനങ്ങൾ എന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ അടക്കമുള്ള സസ്യ എണ്ണകൾ, മരുന്നുകൾ, കിവി, പിയർ, ഫ്രൂട്ട് ജ്യൂസ്, ബ്രെഡ്, പേസ്ട്രി, ബിസ്ക്കറ്റ്, പാസ്ത, ചോക്ലേറ്റ്, ആട്ടിറച്ചി, സോസേജ്, മെഷീനറി, ഒപ്റ്റിക്കൽ, മെഡിക്കൽ, സർജിക്കൽ ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക്, വിലയേറിയ കല്ലുകൾ, കെമിക്കലുകൾ, ഇരുമ്പ്, സ്റ്റീൽ, പെറ്റ് ഫുഡ് തുടങ്ങിയവയ്ക്കും ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിനും വലിയ നേട്ടമാണ് വ്യാപാര കരാറിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക സുഗന്ധവ്യഞ്ജന വിളകളുടെ കയറ്റുമതിയിൽ ഉണ്ടാകുന്ന വർധനവ് ഒന്ന്. കൂടാതെ മറ്റു ചില മേഖലകൾ കൂടി പരിശോധിച്ചു പോകാം. കേരളത്തിന്റെ പരമ്പരാഗത ആയുർവേദ ഉൽപ്പന്നങ്ങളും കരാറിന്റെ ഭാഗമാകുന്നതോടെ ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയില്ലാതെ യൂറോപ്പിലേക്ക് കയറ്റുമതി വിപണി തുറക്കപ്പെടുകയാണ്. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾക്കും യൂറോപ്പിൽ അനുമതി എളുപ്പമാകും. റബ്ബറിന്റെ വലിയ കേന്ദ്രമായ കേരളത്തിൽ നിന്ന് റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സർജിക്കൽ ഗ്ലൗസുകൾ, ടയറുകൾ, മറ്റ് വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ പൂർണ്ണമായും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇത് റബ്ബർ അധിഷ്ഠിത കയറ്റുമതി യൂണിറ്റുകൾക്ക് ഗുണം ചെയ്യും. എന്നാൽ 2020 ശേഷം വനഭൂമി വെട്ടിത്തെളിച്ചു നട്ട റബ്ബർ തോട്ടത്തിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട് എങ്കിലും ഇത് പക്ഷേ കേരളത്തെ കാര്യമായി ബാധിച്ചേക്കില്ല. എങ്കിലും GPS ടാഗിംഗ് വേണ്ടിവരും. കശുവണ്ടിപ്പരിപ്പിന് ഇപ്പോൾ തന്നെ യൂറോപ്പിൽ നല്ല വിപണിയുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കൂടി ഭാഗമാകുന്നതോടെ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളോട് മത്സരിച്ച് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള കശുവണ്ടി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗുണനിലവാര മാനദണ്ഡങ്ങൾ കർശനമാക്കാൻ വ്യവസ്ഥയുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ, ലാബ് ഉപകരണങ്ങൾ, ദന്തസംരക്ഷണ മേഖല എന്നീ രംഗങ്ങളിൽ കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രംഗത്ത് കയറ്റുമതി വർദ്ധിപ്പിക്കാനും കരാർ വഴിവെക്കും. എന്നാൽ യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ എത്തുമെന്നതിനാൽ മത്സരക്ഷമമാകേണ്ടി വരും ഈ മേഖല. വ്യാപാര കരാർ അന്തിമമായി എങ്കിലും പ്രാബല്യത്തിലായി എന്ന് ഇപ്പോഴും പറയുക വയ്യ. ഇനിയും ഒട്ടേറെ കടമ്പകൾ കടന്നല്ലാതെ കരാർ പ്രാബല്യത്തിലാകില്ല. അമേരിക്ക ചുമത്തിയ തീരുവ അതേപടി തുടരുന്നതിനാൽ കഴിയുന്നതും വേഗത്തിൽ കരാർ പ്രാബല്യത്തിലാക്കേണ്ടത് ഇന്ത്യക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ 1 വർഷത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. ആദ്യപടിയായി കരാറിന്റെ കരട് രൂപം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് നിയമപരമായ പരിശോധനകൾ പൂർത്തിയാക്കി എല്ലാ യൂറോപ്യൻ യൂണിയൻ ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തുകയും ചെയ്യും. യൂറോപ്യൻ കൗൺസിൽ ഇതിന് അംഗീകാരം നൽകുന്നതോടെ ഇന്ത്യയും EUവും തമ്മിൽ കരാർ ഒപ്പിടും. പിന്നീട് ഇന്ത്യയിൽ പാർലമെന്റും കേന്ദ്ര മന്ത്രിസഭാ യോഗവും അംഗീകരിച്ച ശേഷം മാത്രമേ കരാർ പ്രാബല്യത്തിലാകുകയുള്ളൂ. ഈ കരാർ ഇന്ത്യക്ക് ഉൽപാദന വ്യാപാര മേഖലകളിൽ ഉണ്ടാക്കുന്ന നേട്ടം നിസ്സാരമല്ല. തൊഴിലാളികളുടെ എണ്ണം കൂടുതലുള്ള ടെക്സ്റ്റൈൽസ്, സമുദ്രോൽപ്പന്നങ്ങളുടെ EU തീരുവ പൂർണ്ണമായും ഒഴിവാക്കാനായത് ഇവയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. EU രാജ്യങ്ങളിലെ IT, പ്രൊഫഷണൽ സർവീസ്, വിദ്യാഭ്യാസം, ബിസിനസ് സർവീസ് അടക്കം സേവന മേഖലകളിലെ 144 ഉപവിഭാഗങ്ങൾ തുറന്നു കിട്ടുന്നതും ഗുണകരമാണ്. ഹ്രസ്വ കാലയളവിലേക്ക് ജോലി ആവശ്യാർത്ഥം യൂറോപ്പിലേക്ക് പോകുന്ന ഇന്ത്യക്കാർക്ക് അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ നികുതി നൽകേണ്ടി വരില്ല എന്നതും ഗുണകരമാണ്. ഇവിടുത്തെ EPFOയിൽ മാത്രം അടച്ചാൽ മതിയാകും.
ജീവനക്കാരെ യൂറോപ്പിലേക്ക് അയക്കുന്ന കമ്പനികൾക്കും ഇതുവഴി ചിലവ് കുറയും. യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയെപ്പോലെ വികസ്വര രാജ്യങ്ങൾക്ക് കുറഞ്ഞ തീരുവയിൽ ചിലയിനം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ ഏർപ്പെടുത്തിയിരുന്ന നികുതി വ്യവസ്ഥ അഥവാ GSP ഘട്ടം ഘട്ടമായി പിൻവലിക്കും. GSP ആനുകൂല്യം ലഭിക്കുന്ന രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരക്ഷമമാകുമ്പോഴാണ് EU ഇത് പുനഃപരിശോധിക്കുന്നത്. ഫലത്തിൽ പല ഉൽപ്പന്നങ്ങൾക്കും തീരുവ കൂടുമായിരുന്നു. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം $3300 കോടി ഇറക്കുമതി തീരുവയാണ് ഇല്ലാതാകുന്നത്. പ്രധാന ധാന്യങ്ങൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കേണ്ടതില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സുപ്രധാന നേട്ടങ്ങളിലൊന്നുമാണ്. പക്ഷേ അതോടൊപ്പം കരാർ പാലിക്കണമെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തുന്ന കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ഇന്ത്യയിലെ വ്യവസായങ്ങൾ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായി വരും. യൂറോപ്യൻ യൂണിയന്റെ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കയറ്റുമതിക്കാർക്ക് ഈ വർഷം മുതൽ യൂറോപ്യൻ യൂണിയൻ കാർബൺ നികുതി ചുമത്തി തുടങ്ങിയിട്ടുമുണ്ട്. രാജ്യാന്തര തൊഴിൽ സംഘടനയായ ILO നിർദ്ദേശിക്കുന്ന കർശന തൊഴിൽ മാനദണ്ഡങ്ങളും ഇന്ത്യ പാലിക്കേണ്ടതായി വരും. ലോകശക്തികളിൽ രണ്ടാമതും നാലാമതുമുള്ള രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാരത്തിനായുള്ള വെറും കൈകൊടുക്കൽ മാത്രമായല്ല ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെ കാണേണ്ടത്. തീരുവ ചുമത്തി ലോകരാഷ്ട്രങ്ങളെ തങ്ങളുടെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനുള്ള ഏകാധിപത്യ സ്വഭാവത്തിനുള്ള മറുപടി കൂടിയായി ഇതിനെ കാണണം. മറ്റു രാഷ്ട്രങ്ങളോട് തെല്ലും ബഹുമാനം കാണിക്കാൻ അറിയാത്ത ഡൊണാൾഡ് ട്രംപിനുള്ള രാഷ്ട്രീയമായ മറുപടി കൂടിയാണ് ഇന്ത്യ EU കരാർ. ദീർഘകാലമായി ചർച്ച ചെയ്തിട്ടും നടക്കാതെ പോയ ഒരു കരാർ. ട്രംപിന്റെ രാഷ്ട്രീയ അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമത്തോടുള്ള പ്രതികരണമെന്നോണം അതിവേഗത്തിൽ നടപ്പിലായി. കഴിഞ്ഞ ഏപ്രിലിൽ US പ്രസിഡന്റ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം കടുത്ത ആഘാതമാണ് ഇന്ത്യയടക്കം പല രാജ്യങ്ങൾക്കും ഉണ്ടാക്കിയത്. ബദൽ വഴികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിനിടെ സ്വാഭാവികമായും സജീവമാവുകയും ചെയ്തു. ഇതിനിടയിലാണ് പലകുറി മുടങ്ങിയ വ്യാപാര കരാർ ചർച്ച ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വീണ്ടും സജീവമാക്കുന്നത്. 2007 തുടങ്ങിയ വ്യാപാര ചർച്ച 2013 മുടങ്ങിയിരുന്നു. 2022 പിന്നീട് ഇത് പുനരാരംഭിച്ചത്.